ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം സംഖ്യാപുസ്തകം 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി സംഖ്യാപുസ്തകം 23 അധ്യായം 8 വാക്യം. ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ട് യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അക്കരെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. അതായത് വാഗ്ദത്ത ദേശത്തിന്റെ അതിർത്തിയിൽ എത്തി നിൽക്കുന്ന സമയം. അവിടെ സിപ്പോരിന്റെ മകനായ ബാലാക്ക് എന്ന രാജാവ് ഇസ്രായേൽ ജനത്തെ വളരെ അധികം ഭയപ്പെടുകയും മെസൊപ്പൊത്താമിയ ദേശക്കാരനായ ബിലയാം എന്ന മന്ത്രവാദിയെ വിളിച്ച് ദൈവജനത്തെ ശപിക്കുവാൻ ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യന്റെ പദ്ധതിക്ക് മുകളിൽ ദൈവത്തിൻ്റെ ആലോചനയും താല്പര്യവും നിലകൊള്ളുന്നതായി നമുക്ക് ഈ സംഭവത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം ദൈവം അനുഗ്രഹിച്ചാൽ അത് തടയുവാൻ ആർക്കും ആകില്ല. ഈ സംഭവത്തിലൂടെ വെളിവാകുന്ന 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, ശാപമേൽക്കുവാൻ അനുവദിക്കാത്ത ദൈവം. ബിലയാം ബാലാക്കിന്റെ വാക്കുകൾ കേട്ട് ശപിക്കുവാനായി ശ്രമിക്കുന്നുവെങ്കിലും അവിടെ ദൈവം ഇടപെടുന്നു. ബിലയാമിന്റെ ശാപം തീർത്തും ഫലിക്കും എന്ന വിശ്വാസം അവിടെ തകർന്നടിയുകയാണ് ഉണ്ടായത്. ഇസ്രായേൽ ജനത്തിന്റെ സ്വന്തം ജനത അഥവാ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. ഇവിടെ രാജാവ് ഭയപ്പെടുന്നത് തനിക്ക് ഇസ്രായേൽ ജനതയെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന ചിന്തയാണ്. സംഖ്യാപുസ്തകം 22 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. അതിനാലാണ് ബാലാക്ക് ആത്മീയമായ ആയുധമായ ശാപം തിരഞ്ഞെടുക്കുന്നത്. അതിനാൽ അവർക്ക് ഒരു തരത്തിലും ശാപമേൽക്കുവാൻ ഇവിടെ ദൈവം അനുവദിക്കുന്നില്ല. ഇന്നും നിന്ദകളും അവഹേളനങ്ങളും പൊള്ളയായ വാക്കുകളുമെല്ലാം നാമും നേരിടേണ്ടി വരുന്നുണ്ട്. ഇവയെല്ലാം ശത്രുവിൻ്റെ പദ്ധതികളാണ്. എന്നാൽ ദൈവ മക്കൾക്ക് അത് ഫലിക്കുകയില്ല. നിന്റെ ദൈവം നിനക്ക് കോട്ടയായി കാവൽ നിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ശാപത്തെ അനുഗ്രഹമാക്കുന്ന ദൈവം. ഇവിടെ തികച്ചും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നടക്കുന്നത്. ശാപത്തിന് പകരം അനുഗ്രഹമാരിയെ ഇവിടെ തമ്പുരാൻ ഒരുക്കുന്നു. 23 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യം. ദൈവം ആർക്കു വേണ്ടിയും തൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ്. ബിലയാം അതിനൊരു ശക്തമായ ഉദാഹരണവും ആണ്. മനുഷ്യൻ്റെ ഉദ്ദേശങ്ങൾ വിഭിന്നമായിരുന്നാലും ദൈവത്തിൻ്റെ ആലോചനകൾ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ശാപമേൽക്കുമെന്ന് പേടിക്കുന്നൊരു കാലത്തിലാണ് ഇന്ന് നമ്മളും ജീവിക്കുന്നത്. ലോകമോഹങ്ങളോട് ചേരുവാനുള്ള ഒരു സമ്മർദ്ദവും നമ്മളിൽ എക്കാലവും ഉണ്ട്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ലോകം ശപിക്കുമ്പോഴും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ലോകം ഒറ്റപ്പെടുത്തുമ്പോഴും ഞാൻ നിന്നെ അനുഗ്രഹിക്കും. മനുഷ്യർ കൈവിട്ടാലും ഞാൻ വിശ്വസ്തനായി നിന്നോട് കൂടെ ഇരിക്കുന്നു എന്ന് ദൈവം നമ്മോട് പറയുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8 അധ്യായത്തിൻ്റെ 31 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, നമുക്ക് ഈ ദൈവത്തിൽ ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളിലെ ഭയവും ആശങ്കകളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളെ നിന്ദിക്കുവാൻ ഉയരുന്ന എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. നീ എപ്പോഴും ഞങ്ങൾക്ക് അനുകൂലമായി കൂട്ടായിരിക്കണമേ. ആമേൻ.